ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC LGS 2024. ആ LDC LGS 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ഈ സിലബസ് അനുസരിച്ച് വന്ന ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വസ്തുക്കളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി LGSന് വേണ്ടി നമ്മൾ നടത്തിയ ഈ ഒരു സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസ് നിങ്ങൾക്ക് കാണാം. വളരെ നല്ല പ്രതികരണമായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് തന്നെ വന്നു. 80ഓളം വീഡിയോസ് ആയിരുന്നു. ഇനി നമ്മൾ LDC LGS 2024 എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ മുൻകാല ചോദ്യങ്ങൾ, അതിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, അതുപോലെ തന്നെ +2 ലെവൽ മെയിൻസ്, അതുപോലെ തന്നെ പ്രിലിംസ്, ഇതൊക്കെ ഈ സിലബസ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം. 10ാം ക്ലാസ് വരെ നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പങ്ക്തിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, മറ്റേ പ്രിലിംസിനായിരുന്നു ആ ക്ലാസ് നടന്നത്. മെയിൻസിനാവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വിഷയങ്ങളുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഇതായിരുന്നു ചോദ്യം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ എവിടേക്കും പോകണ്ട. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ 6ാം ക്ലാസ് 6ലോ 7ലോ 4ാമത്തെ ഒരു പാഠമുണ്ട്, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗവൺമെൻറ് എന്നുള്ള പാഠത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ. അപ്പോൾ ഗവൺമെൻറ്റിന് 3 വിഭാഗം കേട്ടോ. നിയമ നിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പോൾ ഗവൺമെൻറ്റിന് ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്? ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പം നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ നിയമസഭകളാണ്. നിയമനിർമ്മാണ വിഭാഗങ്ങളാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നു. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ്. നമ്മുടെ പാർലമെൻറ്റ് അതിന് ഉദാഹരണമാണ്. സംസ്ഥാന നിയമസഭ അതിന് ഉദാഹരണമാണ്. അത് നിയമനിർമ്മാണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഇങ്ങനെ നിയമം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അത് നടപ്പിലാക്കാൻ ആളുകൾ വേണ്ടേ? എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, അവരാ കാര്യങ്ങൾ നടപ്പിലാക്കും. നിങ്ങളൊക്കെ ഈ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജോലിയിൽ കയറാൻ പോകുന്നത്. ഇപ്പം ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കി, അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ടായി. ആ പരിപാടി, ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കണ്ടേ? അപ്പോൾ അതിന് ടീച്ചർമാർ വേണം, സ്കൂൾ വേണം, സ്കൂളിന് ബിൽഡിംഗ് വേണം, ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് ആൾ വേണം. ഇതൊക്കെ കാര്യനിർവഹണ വിഭാഗത്തിലാണ്. അതിന് എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഏതൊരു ആധുനിക ഗവൺമെന്റിനും ഈ 3 ഉണ്ട്. മൂന്നാമത്തേത് നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമങ്ങൾ പലപ്പോഴും വ്യാഖ്യാനിക്കേണ്ടി വരും. ഈ നിയമം എങ്ങനെയാണ്, അതുകൊണ്ട് അയാൾക്ക് ഇതിന് അർഹത ഉണ്ട്. നമ്മുടെ കോടതികൾ നീതിന്യായ വിഭാഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഗവൺമെന്റിനുള്ളത്. ഏതെല്ലാമാണ്? നിയമനിർവഹണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഇന്ത്യയിലെ ഗവൺമെന്റും ഒരു ജനാധിപത്യ ഗവൺമെന്റാണ്. ജനാധിപത്യ ഗവൺമെന്റിന്റെ 3 ഭാഗമാണിത്. ഇന്ത്യയിലെ ഗവൺമെന്റും ഒരു ജനാധിപത്യ ഗവൺമെന്റാണ്. ഇന്ത്യയിലെ ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെയും നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയുമാണ്. ഇന്ത്യ ഗവൺമെന്റ്, ഇതിൽ കേരള ഗവൺമെന്റ് ഉണ്ട്, അവിടെയുണ്ട് ഒരു നിയമസഭ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗം, ആ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉണ്ട്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗത്തിലും രാഷ്ട്രപതി ഉണ്ട്, കാര്യനിർവഹണ വിഭാഗത്തിലും രാഷ്ട്രപതി ഉണ്ട്. കാരണം രാജ്യത്തിന്റെ തലവനല്ലേ. ഉപരാഷ്ട്രപതി ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ഇതൊക്കെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി വരും, ലോകസഭ വരും, രാജ്യസഭ വരും. അപ്പോൾ ഒരു ലോകസഭാ അംഗം എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഒരു രാജ്യസഭാ അംഗം, നമ്മുടെ നാട്ടിലെ ഒരു MLA എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ ഹെഡ് തന്നെയാണ് രാഷ്ട്രപതി. എന്നാൽ കാര്യനിർവഹണ വിഭാഗത്തിലും രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. അത് കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടും. ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, മറന്നു പോകണ്ടട്ടാ.
നീതിന്യായ വിഭാഗത്തിലോ സുപ്രീം കോടതി വരും, ഹൈക്കോടതി വരും, ജില്ലാ കോടതി വരും, സബ് കോടതി വരും, മുൻസിഫ് കോടതി വരും, മജിസ്ട്രേറ്റ് കോടതികളൊക്കെ വരും. എന്ത്? നീതിന്യായ വിഭാഗത്തിൽ. അപ്പൊ നീതിന്യായ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നീതിന്യായ വിഭാഗം എന്താ? ആ നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത കോടതി, ഇന്ത്യ മുഴുവൻ അധികാരപരിധി. 2 പോയിന്റ് കിട്ടിയിട്ടോ പരീക്ഷയ്ക്ക് വരുമ്പോൾ. രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ അധികാരപരിധി ഇന്ത്യ മുഴുവനുമാണ്. ഹൈക്കോടതികളിലോ അത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത് ഹൈക്കോടതി. ജില്ലാ കോടതികളോ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിഗണിക്കും. അതായത് സുപ്രീം കോടതിയുടെ കീഴെ ഹൈക്കോടതി, ഹൈക്കോടതിയുടെ കീഴെ ജില്ലാ കോടതി. പിന്നെ സബ് കോടതികളും മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമുണ്ട്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിഗണിക്കുന്നു. സബ് കോടതി, മുൻസിഫ് കോടതി, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതി. ഓക്കെ, അപ്പൊ കോടതിയുടെ പോക്ക് കണ്ടില്ലേ? രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. രാജ്യത്ത് വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ അതിർത്തി തർക്കം ഉണ്ടാവാറുണ്ട്. വ്യക്തിയും ഗവൺമെന്റും തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ട്. വ്യക്തിയും ഗവൺമെന്റും തമ്മിൽ വ്യക്തിയുടെ ചില അവകാശങ്ങൾ ഗവൺമെന്റ് നിഷേധിച്ചാൽ കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും തർക്കമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേന്ദ്രവിഹിതം പോരാ എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലൊരു കേസ് നടക്കുകയാണ് അല്ലേ? ഇപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കാവേരി നദീജലം സംബന്ധിച്ച് ആ കാവേരി നദി ഒഴുകിപ്പോകുന്ന ഭാഗത്തെ സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല. തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. ഈ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകി നിരപരാധികളെ സംരക്ഷിച്ച് കോടതികൾ നീതി നടപ്പിലാക്കും. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അപ്പം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടനയാണ് ഈ കാണുന്നത്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയാണ്, രാജ്യത്തെ പരമോന്നത കോടതിയാണ്. അത് കഴിഞ്ഞാൽ ഹൈക്കോടതി, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. അതിന് താഴെ ജില്ലാ കോടതി, അതിന് താഴെ സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് H.J. കനിയ ആണ്. എന്താണ്? H.J. കനിയ അല്ലേ? നിയമം കനിഞ്ഞാലേ നമുക്ക് രക്ഷയുള്ളൂ. നിയമം കനിഞ്ഞാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് കനിയ, H.J. കനിയ സുപ്രീം കോടതിയിലെ ആദ്യത്തെ എന്താണ്? ചീഫ് ജസ്റ്റിസ് ആണ്. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. അവിടെ ആരൊക്കെ ഉള്ളത്? ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അവിടെ ഉള്ളത് ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്, മറ്റ് ജഡ്ജിമാരുമുണ്ട്. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. ആരാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാ? മൗലികാവകാശങ്ങൾ ഉണ്ടല്ലോ, നമുക്കറിയാലോ. നമുക്ക് 6 മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. സംസ്ഥാന ഹൈക്കോടതി ഒരു ഉത്തരവിട്ടാൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇതാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. ഓർത്തു വെച്ചോട്ടാ, സിമ്പിൾ ആണ്, പക്ഷേ ഒന്ന് ഓർത്തു വെക്കണം. അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കും. ആ ഓടിച്ചെന്നും സുപ്രീം കോടതിക്ക് പോകാൻ പറ്റില്ല. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസൊക്കെ ആണെങ്കിലേ പോകാൻ പറ്റുള്ളൂ. സാധാരണ ഒരു അതിർത്തി തർക്കത്തിന് നിങ്ങൾക്ക് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? പറ്റില്ല. അത് താഴത്തിട്ടുള്ള കോടതികളിൽ, സബ് കോടതികളിലൊക്കെ പോയി, പിന്നെ ജില്ലാ കോടതിയിൽ പോയി അവിടെ ഉത്തരവ് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും സംസ്ഥാന ഹൈക്കോടതിയിൽ പോവാം. അവിടുന്ന് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. അതേസമയം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട് പോവാം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ അത് സുപ്രീം കോടതിയെ പരിഹരിക്കുക. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ അതും സുപ്രീം കോടതിയെ പരിഗണിക്കുക.
ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ അതും സുപ്രീം കോടതി പരിഗണിക്കും. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. അപ്പൊ രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി അതായിരുന്നില്ലേ ചോദ്യം? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. നിങ്ങൾ ഈ ബേജാറാവൊന്നും വേണ്ട. വളരെയധികം ചോദ്യങ്ങൾ ഈ SCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് മുഴുവൻ പാഠം പഠിക്കേണ്ട LDSനും LGSനും. പഠിച്ചത് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ടെൻഷൻ അടിച്ച് 2 കാര്യത്തിലാണ് നിങ്ങൾക്ക് മാനേജ്മെന്റ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന്, നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. അവൈലബിൾ ആയിട്ടുള്ള ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ, അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന മേഖലകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, സംശയം വേണ്ട. അവിടെ നിന്ന് വരും. മര്യാദയ്ക്ക് പഠിച്ചു പോയാൽ അതന്നെ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഈ സിലബസ് അനുസരിച്ചുള്ള SCERT പാഠഭാഗങ്ങൾ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മതി. നിങ്ങൾ ചിലത് നമുക്ക് റാങ്ക് ഫയലുകളെ ആശ്രയിക്കേണ്ടി വരും. കാരണം എന്താ? ഇപ്പോൾ കേരളം ഭരണവും ഭരണഘടനാ സ്ഥാപനങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗമുണ്ട്, അത് വേണ്ടത്ര കവർ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. കലാകായിക രംഗത്ത് നമ്മൾക്ക് പുറത്തു പോകേണ്ടി വരും. ഇംഗ്ലീഷും മലയാളവും മാത്സും കുറച്ചൊക്കെ പുറത്തു പോകണം. അവിടെയൊക്കെ നിങ്ങൾക്ക് റാങ്ക് ഫയലിനെ ആശ്രയിക്കണം. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നോളേജ് മാനേജ്മെന്റും. നോളേജ് അത് ഇഷ്ടംപോലെ കിടക്കുക. ടൈം കുറവാ, പക്ഷെ നോളേജ് ഇഷ്ടംപോലെ കിടക്കുക. അത് മുഴുവൻ പഠിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക ചിലവർ. ഒന്നും വേണ്ട. ആ സിലബസിനനുസരിച്ച മുൻകാല ചോദ്യങ്ങളുടെ പാറ്റേണിനനുസരിച്ച 2021 ഒരു ചോദ്യ പേപ്പറാണ് നമുക്ക് ആകെ LDCക്ക് മാതൃകയായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വന്ന 10th ലെവൽ എക്സാമുകളും അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ധാരാളം ചോദ്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERT ടെക്സ്റ്റ് ബുക്കും അതിനൊപ്പം അത് കവർ ചെയ്യാത്ത മറ്റു സിലബസുകളും ഉൾക്കൊള്ളുന്ന നമ്മുടെ കോഴ്സ് ഉണ്ട്. 2053 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നോളേജ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യപ്പെടും. അവിടെ ടൈം മാനേജ് ചെയ്യേണ്ടത് അപ്പോഴും നിങ്ങളുടെ ബാധ്യതയാണ്. ആ ടൈം മാനേജ്മെന്റിന് നമുക്ക് പ്രത്യേക പ്രോഗ്രാമുകളുമുണ്ട്. നമ്മൾ 1.5 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 1.5 വർഷം? ഈ 2024 LDCക്ക് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. എനിവേ കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ പഠനം നിർത്തരുത്. ഒരു 1.5 വർഷം കൊണ്ട് നമ്മുടെ 25 മൊഡ്യൂള് അത് നിങ്ങൾക്ക് ഈ 3-4 മാസം കൊണ്ട് തീരുകയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. ആ 25 മൊഡ്യൂളുകളും തീർത്താൽ നമ്മൾ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പം ടൈം മാനേജ്മെന്റും നോളേജ് മാനേജ്മെന്റും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. അപ്പോൾ എൻ്റെ കോഴ്സിലേക്ക് ചേരണമെങ്കിൽ, ഞങ്ങളുടെ ഈ കോഴ്സിലേക്ക് ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 807596 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ ആപ്പിലൂടെ പഠനമുണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സാംസ് എല്ലാം അടങ്ങിയത്, മോക്ക് ടെസ്റ്റ് ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. രാഷ്ട്രപതി ആണ് അവിടെ നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയട്ടാ, മറന്നുപോണ്ട, രാഷ്ട്രപതിയാണ്. ഓക്കെ, എല്ലായിടത്തും രാഷ്ട്രപതിയല്ല. ഇപ്പോൾ സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷൻ ഉണ്ട്, അവിടെ ആരാ നിയമിക്കുന്നത്? ഗവർണറാ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? വ്യത്യാസങ്ങളുണ്ട് പലയിടത്തും. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാ? ഗവർണറാ. പക്ഷേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും, ഹൈക്കോടതി സുപ്രീം കോടതി, ഈ ഹൈക്കോടതി സുപ്രീം കോടതിയിലും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും. ഇപ്പോൾ ഒരു വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കതിലേക്ക് വരാം പിന്നീട്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്താ? സുപ്രീം കോടതിയുടെ അധികാരം പഠിച്ചു. മൗലികാവകാശങ്ങളുമായി ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. ഈ മൗലികാവകാശങ്ങളുടെ ലംഘനം ഹൈക്കോടതിയും നോക്കും, സുപ്രീം കോടതിയും നോക്കും. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ പരിഗണിക്കാൻ. സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കാൻ. സുപ്രീം കോടതിയിലാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീലാണ് പരിഗണിക്കുക. സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലും
അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം, പിന്നെ ആര് തമ്മിലാ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്? സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലും സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകളിലും സംസ്ഥാന ഹൈക്കോടതികളിൽ അപ്പീൽ കേസുകളിലും. ഇവിടെ ഹൈക്കോടതിയുടെ റൂൾ എന്തൊക്കെയാ? സുപ്രീം കോടതിയുടെ പോലെ തന്നെ ഹൈക്കോടതിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളിലുണ്ട്, ബാക്കിയൊന്നുമില്ല. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ, സംസ്ഥാന നിയമസഭ ഭരണഘടനാ വകുപ്പുകൾ ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ, ആ ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരണമെങ്കിൽ വ്യാഖ്യാനം ആവശ്യമാണെങ്കിൽ അത് സുപ്രീം കോടതിയാണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ പ്രഖ്യാപിക്കൽ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഹൈക്കോടതി ഇല്ല. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി എന്നത് സംസ്ഥാനത്തെ പരമോന്നത കോടതിയാണ്. കൂടാതെ സംസ്ഥാനത്തെ മറ്റെല്ലാ കോടതികളും പ്രവർത്തിക്കുന്നതിൻ്റെ കീഴിലാണ്. സാധാരണ സംസ്ഥാനത്തൊരു ഹൈക്കോടതി ഉണ്ടാവും, പക്ഷെ എല്ലാ സംസ്ഥാനത്തും ഒരു ഹൈക്കോടതി ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആവാം. ഓക്കെ, അത് ആർട്ടിക്കിൾ 231 പറയുന്നത്. ആർട്ടിക്കിൾ 231 എന്താ പറയണത്? എല്ലാ സംസ്ഥാനങ്ങളിലും എന്താവാം? ഒരു ഹൈക്കോടതി വേണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആവാം. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതി ഉണ്ട്? 25 ഹൈക്കോടതികളുണ്ട്. ഇന്ത്യയിലുള്ള ഹൈക്കോടതികളുടെ എണ്ണം 25ആണ്. ഹൈക്കോടതി വേണം എന്ന് പറയുന്ന വകുപ്പ് 231. എങ്ങനെ ഓർത്തു വെക്കുക? 2, 3, 1 എന്നുള്ള വകുപ്പ് എങ്ങനെ ഓർത്തു വെക്കുക? 231 എന്നുള്ള വകുപ്പ് 231 എന്നുള്ള വകുപ്പ് ഓർത്തു വെക്കേണ്ടത് എങ്ങനെയാ? 231 എന്നുള്ള വകുപ്പ് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ സ്ഥാനമല്ലേ ഹൈക്കോടതിക്ക്? സംസ്ഥാനത്തൊക്കെ ഓരോ കോടതി വേണ്ടേ? അപ്പൊ 2, 1 ആയി. ഓക്കെ, പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു കോടതിയാവാം. 2, 3, 1 അങ്ങനെ ആലോചിച്ച് നോക്കൂ. 2, 3, 1 231. എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ്. 1862 അത് സ്ഥാപിതമാകുന്നത്. എങ്ങനെ കാലഗണന ഓർത്തു വയ്ക്കുക? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ 1862 സ്ഥാപിതമായ കൽക്കട്ട ഹൈക്കോടതി. അതേ വർഷം തന്നെയാണ് ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ കൽക്കട്ടയിൽ, ബോംബെയിൽ, മദ്രാസിൽ ഒക്കെ ഹൈക്കോടതികൾ സ്ഥാപിക്കപ്പെടുന്നത് 1862. നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതികളുണ്ട്. ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതിയാണ്. ഏറ്റവും അവസാനമായി ഉണ്ടായ കോടതികൾ ഏതൊക്കെയാണ്? 2019 സ്ഥാപിതമായ തെലങ്കാന കോടതിയും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുമാണ് ഏറ്റവും പുതിയ ഹൈക്കോടതികൾ. ഏറ്റവും പുതിയ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതികളാണ്. അപ്പൊ ഇന്ത്യയിൽ സ്വന്തമായി ഹൈക്കോടതി ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഗോവയിലില്ല. ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയിലില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും മിസോറാമിലും നാഗാലാൻഡിലും, ബാക്കി 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി ഹൈക്കോടതി ഇല്ല. ഗോവയ്ക്കില്ല, അരുണാചൽ പ്രദേശിനില്ല, മിസോറാമിനില്ല, നാഗാലാൻഡിനില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ 3 ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്കും സ്വന്തമായി ഹൈക്കോടതി ഇല്ല. പക്ഷേ ആസാമിന്റെ ഗുവാഹട്ടി ഹൈക്കോടതി നോക്കൂ. ഈ നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ആസാം, നിങ്ങൾക്കറിയാലോ ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ആ ഭൂപടം നോക്കിയാൽ അറിയാം. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആ 3 ഹൈക്കോടതി എന്ന് പറയുന്നത് ആസാമിന്റെ ഗുവാഹട്ടിയിലെ ഹൈക്കോടതിയാണ്. നാഗാലാൻഡ്, മിസോറാം, ആസാം, അരുണാചൽ പ്രദേശ്. എന്നാൽ ഗോവ ആരെടുത്ത? ബോംബെന്റെ അടുത്തല്ലേ? ഗോവ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഗോവയുടെ ഹൈക്കോടതി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. കൂടാതെ 2 കേന്ദ്രഭരണ പ്രദേശം, ദാദാ നഗർ ഹവേലി, ദമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബോംബെ പൊതു ഹൈക്കോടതിയാണ്. അപ്പൊ ഹൈക്കോടതിയെ കുറിച്ച് പിടികിട്ടിയല്ലോ. 25 ഹൈക്കോടതി ഉണ്ട്. വകുപ്പ് ഏതാണ് വകുപ്പ്? രണ്ടാമത്തേതാണ് ഹൈക്കോടതി അല്ലേ? ഒന്നാമത്തേത് സുപ്രീം കോടതിയെ, പരമോന്നത കോടതി. സംസ്ഥാനത്തെ വരുന്നതാണ്. രണ്ടാമത്തെ കോടതിയാണ് ഹൈക്കോടതി. അപ്പൊ 2 അല്ലേ? 2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം
എന്താണ് ഹൈക്കോടതിയുടെ മറ്റൊരു പ്രത്യേകത? എല്ലാ സംസ്ഥാനത്തും ഒരു കോടതി വേണം. അപ്പൊ ആ ഒന്ന് വന്നു, അത് അവസാനാണ് ആ ഒന്ന്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്കറിയാം 231. ആ 1, 2, 3 ഇടുന്നതാണ്. 2, 1 അതിൻ്റെ ഇടയിൽ ഒരു 3. എത്ര ഹൈക്കോടതി ഉണ്ട്? 25 ഹൈക്കോടതി ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ്? കൽക്കത്ത ഹൈക്കോടതി 1862 1857 5 കൊല്ലം കഴിഞ്ഞപ്പോൾ കൽക്കത്ത, മദ്രാസ്, അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതികളെന്ന് സ്ഥാപിതമായി. ഇന്ത്യയിൽ ഹൈക്കോടതി ഇല്ലാത്ത സംസ്ഥാനങ്ങൾ 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? അരുണാചൽ പ്രദേശ് ഉണ്ട്, മിസോറാം ഉണ്ട്, പിന്നെ ഏതുണ്ട്? നാഗാലാൻഡ് ഉണ്ട്. അതിൻ്റെ 3ൻ്റെയും ഹൈക്കോടതി ആസാമിലാണ്, ആസാമിലെ ഗുവാഹട്ടിയിലാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്കും ഹൈക്കോടതി ഇല്ല, അതിൻ്റെ ഇത് ബോംബെയിലാണ്. അവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കൂടി ഹൈക്കോടതിയാണ്. ഇനി ലോക് അദാലത്തോ? ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കോടതി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമാണ് അല്ലേ? പണ്ട് പല കുടുംബങ്ങളും കോടതി വ്യവഹാരം കൊണ്ട്, കോടതിയിലുള്ള വ്യവഹാരങ്ങൾ കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ, അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതിയാണ്. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കോടതിയാണ്. ജനമാണ് ലോകം, ജനല്ലേ. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണിത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളുടെയും ഒത്തുതീർപ്പുകളുടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം ഒഴിവാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക അദാലത്തിന്റെ ലക്ഷ്യം. വേഗത്തിൽ തീർപ്പാക്കുക കേസ്, മധ്യസ്ഥതയിലൂടെയോ മറ്റെങ്കിലും കാലതാമസം ഒഴിവാക്കുക. അപ്പൊ സുപ്രീം കോടതിയും ഹൈക്കോടതിയായി. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അപ്പൊ കീഴ്ക്കോടതികളോ? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. അപ്പൊ കീഴ്ക്കോടതി എന്ന് പറഞ്ഞാൽ അതിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും വരില്ല. ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. സിവിൽ കേസിലും അതുപോലെ തന്നെ ക്രിമിനൽ കേസിലും തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? ആ തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതികളാണ്. ഓക്കെ, അവിടെ നിന്നുള്ള അപ്പീലാണ് പിന്നെ ഹൈക്കോടതി പരിഗണിക്കുക. അപ്പീൽ മാത്രമല്ല ഹൈക്കോടതി പരിഗണിക്കുക. പിന്നീട് ഹൈക്കോടതിയിൽ മറ്റൊരു കാര്യം എന്താ? ഹൈക്കോടതിയിൽ നടക്കുന്ന മറ്റൊരു കാര്യം, ഹൈക്കോടതിയിൽ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ വരാം. സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങൾ വ്യാഖ്യാനിക്കാം. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ അത് സംസ്ഥാന ഹൈക്കോടതിയിൽ വരാം. സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ സുപ്രീം കോടതിയിലാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. ഭരണഘടനാ വകുപ്പുകൾ വ്യാഖ്യാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിലാണ്. മൗലികാവകാശങ്ങളിൽ അവിടെയും സുപ്രീം കോടതി വരും, ഹൈക്കോടതിയും വരും. ഇനി ഹൈക്കോടതിയിലെ അപ്പീൽ കേസുകൾ അതെവിടെയാണ്? അത് വരുന്നതും സുപ്രീം കോടതിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862. കൽക്കത്ത, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ. ഭരണഘടനയിൽ ഹൈക്കോടതിയെ പറ്റി പറയുന്നത് 231 വകുപ്പാണ്. സംസ്ഥാനങ്ങളിൽ ഒരു ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതിയോ വേണമെന്ന് പറയുന്നത്. ഭരണഘടനയിൽ ഹൈക്കോടതിയെ പരാമർശിക്കുന്ന വകുപ്പുകൾ 214 മുതൽ 231 വരെയാണ്. ഓരോ സംസ്ഥാനത്തിലും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് 214 ഇന്ത്യയിലെ ആകെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഏറ്റവും അവസാനം രൂപം കൊണ്ട ഹൈക്കോടതി ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഹൈക്കോടതികളാണ്. 1862 ബോംബെ, കൽക്കത്ത, മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിച്ചത്. ആരാണ് ഹൈക്കോടതി സ്ഥാപിച്ചത്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ ആരാ തൂക്കിക്കൊല്ലുക? കോടതികളാണ്. അപ്പൊ കഴുത്തിന്റെ മുകളിലേക്ക് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച എന്ന് വിചാരിച്ചാൽ മതി. ഹൈക്കോടതി വരുമ്പോൾ നമ്മൾ പലപ്പോഴും തൂക്കുകയറൊക്കെയാണല്ലോ നമ്മൾ പറയുക അല്ലേ? കഴ്സൺ പ്രഭുവാണ്. ഹൈക്കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 217 കൂടിയാണ്. ഒക്കെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം ആ ചോദ്യവുമായിട്ട് വരുമ്പോൾ. മറ്റൊരു ഭാഗത്ത് നമുക്കൊന്നും കൂടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഭരണഘടന പറയുമ്പോൾ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേതനം 2,50,000 രൂപയാണ്.
ഹൈക്കോടതി ജഡ്ജിയുടെ വേതനം 2,25,000 ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്, സുപ്രീം കോടതിയെ ജഡ്ജിയെ നിയമിക്കുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, ഹൈക്കോടതിയെ ചീഫ് ജസ്റ്റിസിനെ ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണോ നിയമിക്കുന്നത് അവർക്കാണ് നിങ്ങൾ രാജി കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങളെ നിയമിക്കുക കലക്ടറാണ്. അപ്പം നിങ്ങൾക്ക് ഉദ്യോഗം വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജി കൊടുക്കേണ്ടത് നിങ്ങൾ കലക്ടറാണ്. ആർക്കാണോ നിങ്ങൾ നിയമനം നൽകുന്നത് അയാൾക്കാണ് രാജി കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി രാജി നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന കാര്യം പറയുന്ന വകുപ്പ് 27. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. മൂപ്പരല്ലേ നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർ പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? ഗവർണർമാരുടെ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കോടതി കൽക്കത്ത, കൊല്ലം 1862. കൽക്കത്ത ഹൈക്കോടതിയുടെ ആസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. കൽക്കത്ത ഹൈക്കോടതിയുടെ ആസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. കൽക്കത്ത ഹൈക്കോടതിക്ക് അധികാര പരിധിയുള്ള പ്രദേശങ്ങൾ പശ്ചിമ ബംഗാളും ആൻഡമാൻ നിക്കോബാറുമാണ്. ഏറ്റവും കൂടുതൽ അധികാര പരിധിയുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി ഗുവാഹട്ടിയാണ്. ആസാമിലുള്ള ഗുവാഹട്ടിയാണ്. ഞാൻ പറഞ്ഞു, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതി ഇല്ല. അത് മുഴുവൻ ഗുവാഹട്ടി, ആസാമിലുള്ള ഗുവാഹട്ടിയിലാണ്. 4 സംസ്ഥാനങ്ങൾ: നാഗാലാൻഡ്, മിസോറാം, ആസാം, അരുണാചൽ പ്രദേശ്. ബോംബെ ഹൈക്കോടതിയുടെ അധികാര പരിധിയോ ഗോവയുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയുണ്ട്, പിന്നെ നമ്മുടെ ദമൻ ദിയു അല്ലേ. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. മറ്റൊരു കേന്ദ്രഭരണ പ്രദേശത്തിനും ഹൈക്കോടതി ഇല്ല. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം. കേരള ഹൈക്കോടതി നിലവിൽ വരുന്നത്, കേരള സംസ്ഥാനം നിലവിൽ വരുന്ന അതേ കാലത്താണ് 1956 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേട്ടോ, മറക്കരുതേ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധി തീർച്ചയായിട്ടും കേന്ദ്ര പ്രദേശങ്ങളിൽ ഹൈക്കോടതിയിൽ ഉള്ളത് ഡൽഹിക്ക് പ്രത്യേക പദവി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി എവിടെയായിരിക്കും? കേരളത്തിലായിരിക്കും. കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കനിയയാണ്. ഇവിടെ കോശിയാണ്. എങ്ങനെ ഓർക്കുക കോശി എന്നുള്ളത്? എങ്ങനെ കോശി എന്ന് ഓർത്തു നോക്കിയ? കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കോശിയാണ് എന്ന് ഓർത്തു വെക്കണം. ഓക്കെ, കേസ് കോശി, കേസും കോശും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. കോശി കേസ് കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി, ആദ്യത്തെ കേസ്. എന്നാൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹറാണ്. സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സുജാത മനോഹറാണ്. സുജാത നന്നായി ജനിച്ച ആളാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സുജാതയാണ്. പക്ഷെ കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി KK ഉഷയാണ്. ഓർത്തു വെച്ചോളൂ, അടുത്ത കാലത്ത് ഈ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ധാരാളം സാധ്യതയുണ്ട്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി KK ഉഷ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാ? അത് അന്ന ചാണ്ടിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജിയും അന്ന ചാണ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ആദ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജിയും അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഡ്വക്കറ്റ് അതാരാണെന്ന് ചോദിച്ചാൽ അത് കൊർണേലിയ സൊറാബ്ജിയാണ്. രാജ്യത്തെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മയാണ്. ഓർത്തു വെക്കാൻ എളുപ്പമാണ് അല്ലേ? രാജ്യത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാലിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം 13 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കോടതികളെ കുറിച്ച് പറയുന്ന പട്ടിക 2 ആണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയെ പരാമർശിക്കുന്ന വകുപ്പ് 124 ആണ്. സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 124 ആണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 28-നാണ്. 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
സുപ്രീം കോടതിയുടെ പിൻകോഡ് 11-110-201 110 110-201. ഈ നമ്പറൊക്കെ ഓർത്ത് നോക്കിയാൽ എങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയാൽ മതി. സുപ്രീം കോടതിയുടെ പിൻകോഡ് 11-201. നമുക്കറിയാം മൗലികാവകാശങ്ങൾ, അവിടെ തർക്കം വന്നാൽ സുപ്രീം കോടതിയിലാ പോവുക. അപ്പോ മൗലികാവകാശങ്ങൾ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് അല്ലേ? ഇപ്പൊ മൗലികാവകാശങ്ങളിൽ തർക്കം വന്നു, എവിടെ പോവുക? സുപ്രീം കോടതിയിലാ പോവുക. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. അതൊക്കെ അർത്ഥം ഒന്നാണ്, ഒന്നാമതാണ് ഒക്കെ അവിടെ, ഒന്നും. പിന്നെന്തിനാ 0 കൊടുത്തിരിക്കുന്നത്? എന്നാൽ ചില കേസുകൾ സുപ്രീം കോടതിയിൽ എടുക്കില്ല, അത് ഹൈക്കോടതിയിൽ എടുക്കുള്ളൂ. പക്ഷെ ഹൈക്കോടതിയിൽ നിന്നും അപ്പീൽ വന്നാൽ അത് രണ്ടാമതെടുക്കുക സുപ്രീം കോടതിയിലാണ്. എന്നാൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീല് സുപ്രീം കോടതിയിൽ എടുക്കില്ല. പക്ഷെ രാജ്യത്തെ പരമോന്നത കോടതി ഒന്നാണ്. അപ്പോൾ സുപ്രീം കോടതിയെ നമ്പർ ചോദിച്ചാൽ ഒരുപാട് ഒന്നുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. മൗലികാവകാശങ്ങൾ ഉള്ളതുകൊണ്ട് 3 ഒന്നുണ്ട്. പട്ടിക 3-ലാണല്ലോ മൗലികാവകാശങ്ങൾ വരുന്നത്. എന്നാൽ എല്ലാം അവിടെ നടക്കുമോ? ഇല്ല. എന്നാൽ രാജ്യത്തെ ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീല് അത് സുപ്രീം കോടതിയിൽ വരും. ഓക്കെ. എന്നാലും കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ അങ്ങനെ വരില്ല, അത് ഹൈക്കോടതി പോയിട്ട് വരണമാണ്. അങ്ങനെ 110-201. നോക്കൂ, ഒരു ലോജിക്കായിട്ട് ഓർത്തു വെച്ചാൽ മതി. നിലവിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അടക്കം എത്ര ജഡ്ജിമാരുണ്ട്? 34. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഇംപീച്ച്മെന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ജഡ്ജി VV രാമസ്വാമിയാണ്. VV രാമസ്വാമി ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ജഡ്ജി ആരാണ്? V രാമസ്വാമിയാണ്. വേറൊരു കാര്യം കൂടി ഓർക്കണം കേട്ടോ, വേറൊരു രാമസ്വാമി ഉണ്ട്. അതേതാ വേറൊരു രാമസ്വാമി? ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാമസ്വാമിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാനാണ്. രാമനും രാജാവാണ്, ഷാജഹാനും രാജാവാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ആളാണ്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം പരാമർശിക്കുന്ന വകുപ്പ് 143 സുപ്രീം കോടതി ജഡ്ജിന്റെ വിരമിക്കൽ പ്രായം 65. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേതനം 2,80,000 എന്നാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേതനം 2,50,000. സുപ്രീം കോടതി ജഡ്ജിയുടെ വേതനവും 2,50,000. ഇവരുടെയൊക്കെ ശമ്പളം എടുക്കുന്നത് കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് നമ്മൾ പഠിച്ചു, കനിയ, HJ കനിയ, ഹരിലാൽ J കനിയ. കനിയണമേ. 1950 മുതൽ 1951 വരെയാണ് അല്ലേ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. 1950 ജനുവരി 28-നാണ്. മലയാളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. ആരാ? KG ബാലകൃഷ്ണൻ മലയാളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആണ്. കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. എന്നാൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയത് 2007. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി അത് P ഗോവിന്ദമേനോനാണ്. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. അവരും പത്തനംതിട്ടക്കാരിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിതയാണ് ജസ്റ്റിസ് സുജാത മനോഹർ ആണ് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വനിത. പക്ഷേ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ മലയാളി വനിത KK ഉഷയാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി അഭിഭാഷക ലില്ലി തോമസ് ആണ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഡോക്ടർ ജസ്റ്റിസ് ധനഞ്ജയ Y ചന്ദ്രചൂഡാണ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ ചീഫ് ജസ്റ്റിസ്. എന്താണ്? ധനഞ്ജയ Y ചന്ദ്രചൂഡ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ചന്ദ്രചൂഡാണ്. ചന്ദ്രനാ, സമാധാന പ്രിയനാ, പക്ഷെ നിയമം തെറ്റിച്ച ചൂടാവുന്ന വെച്ചാൽ മതി. ചന്ദ്രചൂഡ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ജസ്റ്റിസ് ആശിഷ് ദേശായി ആണ്. ആശിഷ് ദേശായി എന്നിങ്ങനെ ഓർത്തു വെക്കുക. നമുക്ക് എളുപ്പം ഓർത്തു വെക്കാൻ പറ്റും ആശിഷ് ദേശായിനെ.
ആശിഷ് ദേശായി എന്ന് പറയുന്നത് എങ്ങനെയാ? കേരള ഹൈക്കോടതി ആശിഷ് ദേശായിയാണ്. എങ്ങനെയാ ഓർത്തു വെക്കുക? കേരളം എന്ന് പറയുന്നത് ഒരു ദേശമല്ലേ? ആ ദേശം ആശിച്ചു കൊണ്ടുവന്നൊരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ദേശായി എന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി ഏതാ? പഠിത്തുണ്ടായതാ, കോഴിക്കോടാ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കോടതി കോഴിക്കോടാണ്. ആ പ്രത്യേക കോടതി അറിയപ്പെടുന്നത് സ്വപ്നക്കൂടാണ്. അപ്പൊ ശിശു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമല്ലേ? ആ സ്വപ്നക്കൂട്, കൂടല്ലേ? കൂടും കോടും തമ്മിൽ ബന്ധമുണ്ടല്ലോ. കോഴിയുടെ കൂട് സ്വപ്നമാക്കി മാറ്റി നമ്മൾ സ്വപ്നക്കൂടാക്കി അത് നന്നായിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ശിശുവിനെ ഇട്ടു എന്ന് ആലോചിക്കുക. ഒരു തമാശയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കാം. ഒരു കഥയാണ്. കോഴിയുടെ കൂട് നമ്മൾ ഒരു സ്വപ്നക്കൂടാക്കി മാറ്റി, എന്നിട്ട് അതിലെ ശിശുവിനെ ഇട്ടു. ശിശു സൗഹൃദ കുടുംബ കോടതിയാ. കുട്ടിക്ക് കോഴീനെറ്റൊക്കെ വർത്താനം പറഞ്ഞിട്ട് കോഴിക്കുട്ടികളെ നെറ്റൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച മൂന്നംഗ സമിതിയിൽ ഉൾപ്പെടാത്തതാരും. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം അടുത്ത് വന്നൊരു വിവാദം നിങ്ങൾക്ക് ഒരു ബില്ലൊക്കെ പാസ്സായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ കൃത്യമായ ചട്ടം ഇന്ത്യയിലില്ലായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു 3 ആളുകളെ. ആരൊക്കെയാ? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കൂടാതെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പക്ഷേ ലോക്സഭാ സ്പീക്കർ അതിലില്ല. അപ്പൊ ഇതാണത്. അപ്പൊ സുപ്രീം കോടതി നിർദ്ദേശിച്ച 3 അംഗ സമിതിയിൽ ഇതാണ്. പക്ഷേ 2023 ഈ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെതിരെ ആര് പോയി? പാർലമെന്റ് പോവുകയും പാർലമെന്റ് വേറൊരു ബില്ല് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഇനി അതിൽ അംഗമായിട്ട് വരിക. ആ ബില്ല് രാജ്യസഭയും ലോക്സഭയും ഒക്കെ പാസ്സാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ നിയമമായി മാറും. ഇത് ഓർത്തു വെക്കണം. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെടാത്തത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിന് പ്രത്യേകം ചട്ടം ഇന്ത്യയിലില്ല. അപ്പൊ ഇവർ 3 കൂടിയ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇത് 3 പേരും കൂടി ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കണം ഇതിനെ നിയമനത്തിനായി ശുപാർശ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അതിനെതിരായിട്ട് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു, ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ ബില്ല് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി വരുന്നു. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് NLP അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തത്സമയ ട്രാൻസ്ക്രിപ്ഷൻ സേവനം റെക്കോർഡ് ചെയ്യാനും പിന്നീട് ടെക്സ്റ്റിലേക്ക് വിവർത്തനം ചെയ്യാനും സുപ്രീം കോടതി ഒരു ട്രാൻസ്ക്രിപ്ഷൻ സേവനം പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അപ്പം തന്നെ മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വരും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, NLPനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട്, ഈ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്, അത് വിധികൾ ഇംഗ്ലീഷിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായി ഒരു ഓപ്പൺ സോഴ്സ് ജുഡീഷ്യൽ ഡൊമൈൻ ഭാഷാ വിവർത്തന ഉപകരണമായ സുവാസ്, സുപ്രീം കോടതി വിധിക് അനുവാദ് സോഫ്റ്റ്വെയർ, അതായത് സുപ്രീം കോടതി വിധികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ആപ്പാണ് സുവാസ്, SUVES. സുപ്രീം കോടതി വിധിക്, അനുവാദ് സോഫ്റ്റ്വെയർ. ഈ സംവിധാനം കേരള ഹൈക്കോടതി വിധികൾ പരിഭാഷപ്പെടുത്താൻ ഉപയോഗിച്ചു. അടുത്തിടെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അടുത്ത് ഒരു മലയാളി നിയമിതനായി, അതും കൂടി ഓർത്തു വെച്ചോളൂ, K. വിനോദ് ചന്ദ്രനാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.